IAS തലപ്പത്തെ ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക് ചീഫ് സെക്രട്ടറിയെ കോടതിയലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ ഹർജിയിൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നോട്ടീസ്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്രധാന തസ്തികയിലേക്കുള്ള മാറ്റം അംഗീകരിക്കാനാകില്ലെന്നാണ് IAS അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ അശോകിന്റെ നിലപാട്. നിയമനം ചോദ്യം ചെയ്ത് ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും സമീപിച്ചിരുന്നു. ട്രൈബ്യൂണലിന് മുൻപിൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലം ആയുധമാക്കിയാണ് ശാരദാ മുരളീധരനെതിരെ ബി അശോക് നീക്കം നടത്തുന്നത്. ട്രൈബ്യൂണലിന്റെ മുൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി ലംഘിച്ചെന്നും ഇതിനാൽ കോടതി ലക്ഷ്യത്തിന് ശാരദാ മുരളീധരനെ ശിക്ഷിക്കണമെന്നും കാട്ടി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഹർജി സമർപ്പിച്ചു. ഹർജിയിൽ ഏപ്രിൽ 1 മുൻപ് മറുപടി നൽകാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. കേഡർ തസ്തികയിൽ ചുരുങ്ങിയത് 2 വർഷത്തേക്കാവണം നിയമനമെന്നും അതിനു മുൻപ് മാറ്റിയാൽ സിവിൽ സർവീസസ് ബോർഡിന്റെ ശുപാർശ വേണമെന്നുമുള്ള ട്രൈബ്യൂണൽ ഉത്തരവ് ലംഘിച്ചെന്നാണ് ഹർജി. ഫെബ്രുവരി 7 ബി അശോക് കാർഷികോൽപാദന കമ്മീഷണറായി 2 വർഷം പൂർത്തിയാകേണ്ടത്. എന്നാൽ ജനുവരി 9 തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി അശോകിനെ നിയമിക്കുകയായിരുന്നു. ഇതിനായി സിവിൽ സർവീസസ് ബോർഡിന്റെ അനുമതി ചീഫ് സെക്രട്ടറി തേടിയതുമില്ല. ചീഫ് സെക്രട്ടറിയുടെ നിലപാടുകളും നടപടികളും കോടതി ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.